നമസ്കാരം. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത് കുമാറിന് ആശ്വാസം. വിജിലൻസ് കോടതിയുടെ തുടർ നടപടികൾ ഹൈക്കോടതി തടഞ്ഞു. അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കിയ വിജിലൻസ് കോടതി നടപടിയാണ് ഹൈക്കോടതി റദ്ദ് ചെയ്തത്. ഈ വിധിയിൽ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. കേസ് വിശദമായി വീണ്ടും പരിഗണിക്കുക ഓണ അവധിക്ക് ശേഷമായിരിക്കും. ഇപ്പോഴത്തെ വിധിയോടെ കേസിലെ തുടർ നടപടികൾ ഉണ്ടാകില്ല. കേസിൽ ഹൈക്കോടതി വിമർശനം ഉന്നയിച്ചിരുന്നു. മേലുദ്യോഗസ്ഥനെതിരായ കേസ് കീഴുദ്യോഗസ്ഥൻ അന്വേഷിച്ചിട്ട് എന്തു കാര്യമെന്ന് വിജിലൻസിനോട് കോടതി ചോദിച്ചു. അന്വേഷണം സംബന്ധിച്ച വിശദീകരണം നൽകാനും കോടതി വിജിലൻസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തനിക്ക് അനുകൂലമായ ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് തള്ളിയ വിജിലൻസ് കോടതി ഉത്തരവ് ചോദ്യം ചെയ്ത് അജിത് കുമാർ നൽകിയ അപ്പീൽ പരിഗണിക്കുകയായിരുന്നു കോടതി. കേസിൽ അജിത് കുമാറിന്റെ കീഴുദ്യോഗസ്ഥൻ അന്വേഷണം നടത്തിയത് തെറ്റാണ് എന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. അന്വേഷണത്തിന് പ്രോസിക്യൂഷന്റെ അനുമതിയുണ്ടോ എന്നും കോടതി ചോദിച്ചിരിക്കുകയാണ്. ഇക്കാര്യം വിജിലൻസ് വ്യക്തമാക്കണം. അനുമതിയില്ലാതെയാണ് അന്വേഷണം നടത്തിയത് എങ്കിൽ അത് നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമാണെന്നും കോടതി വിലയിരുത്തി. കേസന്വേഷണം സംബന്ധിച്ച വിജിലൻസ് സ്വീകരിച്ച നടപടിക്രമങ്ങളെല്ലാം വിശദീകരിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. മുൻകൂർ അനുമതി വാങ്ങിയതാണോ അന്വേഷണം നടത്തിയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കണം എന്നായിരുന്നു നിർദ്ദേശം. ചില നിയമപ്രശ്നങ്ങൾ കാണുന്നുണ്ട് എന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. വിശദമായ അന്വേഷണം നടത്തിയ ശേഷമാണ് തനിക്ക് അനധികൃത സ്വത്ത് സമ്പാദ്യമില്ല എന്ന വിജിലൻസ് കണ്ടെത്തിയതെന്നായിരുന്നു MR അജിത് കുമാറിന്റെ വാദം. അതുകൊണ്ട് തന്നെ വിജിലൻസ് കോടതി വിധി റദ്ദാക്കണം എന്നാണ് അജിത് കുമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അനധികൃത സ്വത്ത് സമ്പാദനം, കവടിയാറിലെ ആഡംബര വീട് നിർമ്മാണം, കുറവംകോണത്തെ ഫ്ളാറ്റ് വിൽപ്പന, മലപ്പുറം SP-യുടെ ക്യാമ്പ് ഹൗസിലെ മരം മുറി തുടങ്ങിയ ആരോപണങ്ങളായിരുന്നു ADGPക്കെതിരെ PV അൻവർ ഉന്നയിച്ചിരുന്നത്. അജിത് കുമാർ തിരുവനന്തപുരത്ത് കവടിയാറിൽ വലിയൊരു കൊട്ടാരം പണിയുന്നുണ്ട്. കവടിയാറിൽ 15,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടാണ് അജിത് കുമാർ പണിയുന്നത് എന്ന് അൻവർ ആരോപിച്ചിരുന്നു. ഇക്കാര്യത്തിലാണ് വിജിലൻസ് അന്വേഷണം നടത്തിയത്. അൻവറിന്റെ ആരോപണങ്ങൾ പൂർണ്ണമായും തെറ്റാണ് എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനിടെ തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ MR അജിത് കുമാറിനെതിരെ കടുത്ത നടപടി ഇല്ല. അജിത്തിനെ പോലീസിൽ നിന്ന് മാറ്റിയതിനാൽ കടുത്ത നടപടി വേണ്ട, സസ്പെൻഷൻ പോലുള്ള നടപടി ആവശ്യമില്ല എന്ന പുതിയ ശുപാർശയാണ് മുൻ DGPയുടെ റിപ്പോർട്ടിൽ എഴുതി ചേർത്തത്. സർക്കാർ ആവശ്യപ്രകാരമാണ് മുൻ DGPയുടെ റിപ്പോർട്ട് പുനഃപരിശോധിച്ചത്. പുതിയ ശുപാർശ സർക്കാരിന് കൈമാറിയിട്ടുണ്ട്. പുതിയ റിപ്പോർട്ട് അനുസരിച്ച് MR അജിത് കുമാറിന് താക്കീത് നൽകി അന്വേഷണം അവസാനിപ്പിച്ചേക്കും.